ഹിസ്ബുള്ള ഭീകരരുടെ നേരെ ഇപ്പം നടത്തിയ ആക്രമണമുണ്ടല്ലോ ഇസ്രായേൽ, അതിനകത്ത് മരിച്ചവരുടെ എണ്ണം ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു ദുരൂഹതയുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ കണക്കുകളോ ഒന്നും പുറത്തു വരുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞല്ലോ. ഏതാണ്ട് 37 പേര് ആകെ മരിച്ചു. പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് നടന്ന വയർലെസ് ആക്രമണത്തിൽ 37 പേര്, അതിനു മുമ്പ് 10 പേര്, അങ്ങനെ 50 പേര് മരിച്ചു എന്നുള്ള കണക്കുകളാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നത്. ഇത് തെറ്റാണ്. മരണം അതിൻ്റെ പല മടങ്ങാണ്. എന്നിട്ട് ഇപ്പോഴും നമ്മൾ മരണസംഖ്യ കൂടി കേട്ടിട്ടില്ല. പലതും ഈ ഇസ്രയേൽ ലെബനിൽ നടത്തിയ പേജർ ആക്രമണത്തിൻ്റെ പല കാര്യങ്ങളും ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ABC മലയാളമാണ്. അതെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം എത്ര പേർ ഈ പേജർ ആക്രമണത്തിൽ മരിച്ചു എന്നതിൻ്റെ കണക്ക് നമ്മൾ പറയാൻ പോവാം. അത് നമ്മളിവിടെ കുത്തിയിരുന്ന് സിനു ഞാനിവിടെ ഉണ്ടാക്കിയ കണക്കല്ല. നമ്മൾ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് നമ്മൾ പ്രസിദ്ധീകരിക്കാൻ പോവാം. ഈ വീഡിയോയ്ക്കൊപ്പം ഇപ്പം തന്നെ നമ്മൾ കാണിക്കാൻ പോവാം. ആ കണക്ക് അത് അറബിയിലാണ്. അറബി വായിക്കാൻ അറിയാവുന്നവർ വായിച്ചു നോക്കുക. ഏതായാലും ഇത് ഈ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF ചോർത്തി പബ്ലിഷ് ചെയ്ത IDFൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്ത ഡോക്യുമെൻ്റാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അതായത് ഇതുവരെ മരിച്ചത് 879 പേരാണ്. 879 പേർ ഈ പേജർ അല്ലെങ്കിൽ വയർലെസ് വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചുള്ള ആക്രമണം തന്നെ പറയാം. അതെ അതെ. ഇസ്രയേൽ ഒരു തുള്ളി ചോര, ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കാതെ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഭീകരന്മാർ 879 പേർ മരിച്ചു. ഇത് പറയുന്നത് ഹിസ്ബുള്ളയുടെ മിലിറ്ററി ഇൻ്റലിജൻസ് പുറത്തുവിട്ട ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഇസ്രയേൽ ചോർത്തി IDFൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിലെ കണക്കാണ്. അതുകൊണ്ട് നമ്മൾ ABC മലയാളം ഉണ്ടാക്കിയ കണക്കല്ല. കണക്കാണ്. അതെ അതെ. നോക്കൂ, ഇത് ഗസയിൽ പോലും ഒറ്റ ദിവസം ആക്രമണത്തിൽ ഇത്ര ആളുകൾ മരിച്ചിട്ടില്ല. ഇല്ല. ഓരോ ദിവസം ബോംബൊക്കെ ഇടും, വിമാനങ്ങൾ വന്ന് ആക്രമണം നടത്തുകയൊക്കെ ചെയ്യുമ്പോഴേക്കും 5 പേര് 10 പേരൊക്കെയാണ്. വളരെ കാഷ്വാലിറ്റി വളരെ പരമാവധി കുറച്ച് ഭീകരരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഈ IDFൻ്റെ സൈറ്റിൽ കയറിയാൽ ഈ റോഡിൽ കൂടെ നടന്നു പോകുന്ന ആയുധവുമായി പോകുന്ന ഹമാസ് ഭീകരരെ കാണാം. അവരെ ടാർഗറ്റ് ചെയ്ത് വിമാനത്തിൽ നിന്ന് കൃത്യം അവരെ മാത്രം വെടിവെച്ചിടുന്ന സീനുകൾ എത്രയോ വീഡിയോസ് ഉണ്ട്. അത്തരം ചില വീഡിയോസൊക്കെ നമുക്ക് ഇനിയുള്ള നമ്മുടെ ഈ വിഷയത്തിൽ ചെയ്യുന്ന നമ്മുടെ വീഡിയോകളിൽ നമുക്ക് കാണിക്കാം. ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ഈ ഹമാസിൻ്റെ അല്ല, ഹിസ്ബുള്ളയുടെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ കണക്ക് പേജർ വാക്കി ടോക്കി ആക്രമണത്തിൽ ഇതുവരെ ഈ മൊമെൻ്റ് വരെ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ കണക്ക് ഹിസ്ബുള്ള പറയുന്ന കണക്ക്, അവരുടെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ കണക്ക് ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആകെ ഇതുവരെ കൊല്ലപ്പെട്ടത് 879 പേർ. അതിൻ്റെ ഡീറ്റെയിൽ സ്പ്ലിറ്റ് ഉണ്ട്. അതിൽ 131 പേർ ഇറാനിയൻസാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഇറാൻ്റെ ഒരു പ്രത്യേക സേനയുണ്ട്. അവരുടെ ഒരു പ്രസ്റ്റീജിയസ് സേനയാണ്. അവർ വന്ന് ഹിസ്ബുള്ളയുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂലിപ്പട്ടാളത്തിൻ്റെ കൂടെ നമ്മുടെ ഇവിടെ വരുന്ന ഈ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന തീവ്രവാദികളുടെ പാകിസ്ഥാൻ ആർമിയിൽപ്പെട്ടവർ വരാറുണ്ടല്ലോ. അതുപോലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഈ ഹിസ്ബുള്ള ഭീകരരുടെ കൂടെയുണ്ട്. അവർ കൊല്ലപ്പെട്ടത് 131 പേരാണ്. അതിൽ 79 പേർ പിന്നീട് യമനീസാണ്. യമനിൽ നിന്നുള്ളവരാണ്. യമനിൽ അറിയാമല്ലോ, യമനിലാണ് ഹൂത്തികളുടെ കേന്ദ്രം. അവിടെയും അവരും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ ഹിസ്ബുള്ളയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന 79 പേര്. ഇനി 291 പേർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഹിസ്ബുള്ളയുടെ ഏറ്റവും സീനിയർ ഓഫീസർമാരാണ് ഈ മരിച്ച 200. അതെ, ഇത് ഹിസ്ബുള്ളയുടെ കണക്കാണ്. ഹിസ്ബുള്ളയുടെ മിലിറ്ററി ഇൻ്റലിജൻസ് പ്രസിദ്ധീകരിച്ച കണക്ക് IDF ചോർത്തിയിട്ടിപ്പോൾ IDFൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ നേതൃത്വമൊക്കെ കൊടുക്കുന്നവർ പരസ്പരം ആശയവിനിമയം നടത്താൻ എപ്പോഴും ഇതുമായിട്ട് വാക്കി ടോക്കിയുണ്ട്, മറ്റേ പേജറും ഉണ്ട്. അപ്പോൾ ഇത്രയേറെ മരിച്ചവരുടെ ഇത്രയും ഡീറ്റെയിൽഡ് കണക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മളിത് ഇന്ത്യയിലെ ഒരു മാധ്യമം ആദ്യമായിട്ടാണ് പറയുന്നത്. ഇനി ഈ ഇത് അപകടത്തിൽ പരിക്കേറ്റവരുണ്ടല്ലോ, 3000-4000 പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. അതിൽ പരിക്കേറ്റവരുടെ ലഭ്യമായ കണക്കും പറയുന്നുണ്ട്. 509 പേരുടെ കാഴ്ച പോയി. മുഖത്തിൻ്റെ അടുപ്പിച്ച് പിടിച്ച് നോക്കുകയായിരിക്കും. 509 പേർക്ക് കാഴ്ച പോയി. അതിൽ 491 പേർക്ക് പൂർണ്ണമായും കാഴ്ച നഷ്ടമായി എന്നാണ് പറയുന്നത്. ഇനി ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവരിൽ 602 പേർ ഗുരുതരാവസ്ഥയിലാണ്. അവർക്ക് ശ്വാസകോശത്തിനും വയറിൻ്റെ ഭാഗത്തുള്ള ആന്തരാവയവങ്ങൾക്കും പരിക്ക് പറ്റിയതുകൊണ്ട് 602 പേർ ഗുരുതരമായ പരിക്കാണ്. അവരും കൂടെ മരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ 879 കൂടെ 602 കൂടെ ചേരും. ഇനി കൊല്ലപ്പെട്ടവരിൽ ഈ നിരപരാധികളായ കുറേ ആളുകൾ
അവർ പ്രായം കൊണ്ടാണ് പറയുന്നത്. പ്രായാധിക്യമുള്ള 84 പേര് മരിച്ചു. അവർ ഒരു പക്ഷേ വഴിയിലൊക്കെ പോയവരൊക്കെ ആയിരിക്കാം, മാർക്കറ്റിലുമൊക്കെ സ്ഫോടനം ഉണ്ടായിട്ട്. അങ്ങനെ 84 പേര് മരിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും രസകരമായൊരു കണക്ക് പറയുന്നത്, രസകരമല്ല, നമ്മൾ പറയുമ്പോൾ രസകരം, കേൾക്കുമ്പോൾ രസകരമാണ്. 1735 പേർക്ക് ജനനേന്ദ്രിയം തകർന്നുപോയി. ഇത് ചിരിക്കുന്നത് ഹൂറിമാരുടെ അടുത്തേക്കൊക്കെ പോകേണ്ട ആൾക്കാർ. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിപ്പോൾ നമ്മളതിന് താഴെ വന്ന് ഉറപ്പായിട്ടും നമ്മുടെ വന്നിട്ട് മരണം കണ്ടിട്ട് ചിരിക്കുന്ന നരാധമന്മാരെ എന്നൊക്കെ നമ്മൾ വിളിക്കും. അല്ല, ഈ പേജർ എവിടെയായിരിക്കും സാധാരണ വെക്കുക? ബെൽറ്റിലും പാൻസിലും ഒക്കെ അല്ലേ? അപ്പം അവിടെ ഇരുന്ന് പൊട്ടി ചിലപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കണക്കും 1735 പേരെന്നാണ് ഹിസ്ബുള്ളയുടെ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഡാറ്റ. വിചാരിക്കുന്നവരല്ല ഈ പരിക്കിന്റെ ഒരു വ്യാപ്തി. അതായത് ഹിസ്ബുള്ള ഇത് പറയാത്തതാണ്. അപ്പോൾ ഇപ്പോഴാണ് ഈ വാർത്ത ഈ അവരുടെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഡോക്യുമെൻ്റ് ചോർത്തിയിട്ട് IDF, ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ്, അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്കൊപ്പം കാണിച്ച് പ്രേക്ഷകർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. നമ്മൾ ഈ പറഞ്ഞു വന്നത് ഒരു തമാശ രൂപത്തിൽ പേജർ പൊട്ടിത്തെറിച്ചു, ഒരു 4 ഇഞ്ചുള്ള സാധനമല്ല, ഇത് പൊട്ടിത്തെറിച്ചാൽ എന്ത് പറ്റുമെന്നൊക്കെ ചോദിച്ചവർക്കുള്ള മറുപടിയാണ് അങ്ങനെയല്ല. ഒരു യുദ്ധത്തിൽ, നേർക്കുനേരുള്ള യുദ്ധത്തിൽ എത്ര പേർ കൊല്ലപ്പെടാമോ അതുപോലെയുള്ള കാഷ്വാലിറ്റീസാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് ഇതിനകത്ത് കേരളത്തിലെ ഒരു ബന്ധം വന്നു കഴിഞ്ഞു. കേരളത്തിലെ ഒരു ബന്ധം നമ്മുടെ ചാനലൊക്കെ കാണുമ്പോഴത്തേക്ക് ചാനലൊക്കെ പറയുന്നത് നമ്മുടെ റിൻസൻ്റെ വീട്ടിൽ പോയി, റിൻസനെ കുറിച്ച് നാട്ടിലാർക്കും പരാതിയില്ല, ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് കരുതിയില്ല. എങ്ങനെയൊക്കെ ചെയ്തു എന്നാണ്, ഏതോ കൊലപാതകം നടത്തിയ പോലെയാണ് ചാനലിലെ നമ്മുടെ റിപ്പോർട്ടർമാർ അവതരിപ്പിക്കുക. ഇയാൾ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് പറയുന്നത് ആരും കരുതിയില്ല, നാട്ടിലെ ആർക്കും ഇയാളെക്കുറിച്ച് മോശപ്പെട്ട അഭിപ്രായമൊന്നും ഇല്ലയെന്ന് ഈ ചാനൽ ലേഖകന്മാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചു പറയുന്നത്? വെറും ഊളത്തരം വിളിച്ചു പറയല്ലേ. അയാളെന്താ ചെയ്തേ? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാവരും അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ഹംഗേറിയൻ വാർത്താ ഏജൻസിയായ ടെലക്സ് ആണ് നോർട്ട ഗ്ലോബൽ എന്ന് പറയുന്ന ഈ കമ്പനിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. അത് ഇന്ന് രാവിലെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഈ കമ്പനി BAC അല്ല, നോർട്ട ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൾ സോഫിയയിൽ താമസിക്കുന്ന നോർവീജിയൻ പൗരത്വമുള്ള ആളാണെന്ന് പറഞ്ഞു. അവരുടെ വെബ്സൈറ്റിൽ ഒരു പേരേ ഉള്ളൂ, ആ പേര് റിൻസൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് റിൻസൺ മലയാളിയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഈ പേര് ഫസ്റ്റ് ടൈം ബ്രേക്ക് ചെയ്ത് നമ്മളാണ്. ഒരു 6 മണിക്കൂർ മുമ്പേ നമ്മളത് ബ്രേക്ക് ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ വലിയ കൊടികുത്തിയ മാധ്യമങ്ങളെല്ലാം റിൻസനെ അന്വേഷിച്ച് വന്നത്. റിൻസൺ പിന്നീട് മാനന്തവാടിക്കാരനാണെന്ന് കണ്ടെത്തി. അവിടെ നമുക്കൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. റിൻസൺ മലയാളിയാണ്, കേരളത്തിൽ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ല, നമ്മുടെ പരിമിതമായ സൗകര്യവും വിശാലമായ ഒരു സാറ്റലൈറ്റ് ചാനലിന്റെ സൗകര്യം തമ്മിൽ നമുക്ക് വലിയ വ്യത്യാസം. അതെ. അത് മാത്രമല്ല, നമ്മൾ ഇതും പറഞ്ഞു, ഹംഗറിയിലെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റിന ബാർസോണയുടെ കമ്പനി BACയും ഈ നോർട്ടെ ഗ്ലോബലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് നമ്മൾ പറഞ്ഞു. 1.6 മില്യൺ യൂറോയുടെ സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അതിപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന 3.5 മില്യൺ യൂറോ എന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കിട്ടുന്ന പോലെ അങ്ങനെയാണ്, പിന്നീടാണല്ലോ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത്. അതും നമ്മളാണ് ഒരു 6 മണിക്കൂർ മുമ്പ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രാദേശിക ഭാഷയിലെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലായ നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കൊരു പുതിയ വെളിപ്പെടുത്തലൂടെയുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്കുകൾ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ സൈറ്റിൽ നിന്നെടുത്ത അവരുടെ ഹിസ്ബുള്ളയുടെ മിലിറ്ററി ഇൻ്റലിജൻസ് ഡോക്യുമെൻ്റ് അവർ ചോർത്തി പബ്ലിഷ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഏറ്റവും പുതിയൊരു കാര്യം, ഇപ്പോൾ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വാർത്ത നമ്മൾ കണ്ടു, ഞാൻ സിനുവിനെ കാണിച്ചു 8 മിനിറ്റ് മുമ്പ്. ഗാർഡിയൻ പറയുന്നു, ഇസ്രയേലി വിമാനങ്ങൾ ലെബനോൺ ആക്രമിക്കുകയാണ്, റോക്കറ്റ് ലോഞ്ചറുകളുടെ 1000 ബാരൽസ് തകർത്തു കഴിഞ്ഞു, ഞങ്ങൾക്ക് നേരെ റെഡിയാക്കി വെച്ചിരുന്ന ലോഞ്ച് പാഡുകൾ മുഴുവൻ തകർത്തു, ലെബനോണിൻ്റെ ആകാശത്ത് ഇസ്രയേൽ വിമാനങ്ങൾ മരണം വിതച്ചുകൊണ്ട് അഗ്നി വർഷിക്കുകയാണെന്നുള്ള വാർത്ത ഗാർഡിയനിൽ കണ്ടു. നമ്മളത് നേരെ പോയി IDFൻ്റെ സൈറ്റിൽ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ വിഷ്വൽസ്, എയർ സ്ട്രൈക്കിൻ്റെ വിഷ്വൽസ് വന്നിട്ടുണ്ട്. ആ വിഷ്വൽസ് നമ്മൾ ചേർക്കുന്നു. അപ്പോൾ ഈ പേജർ വാക്കി ടോക്കി ആക്രമണം കൊണ്ട് കഥ കഴിഞ്ഞിട്ടില്ല. ഇസ്രയേൽ വീണ്ടും ലെബനന് പണി കൊടുക്കുകയാണ്. അവിടെ ലെബനന് നേരെ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം നമ്മൾ ഇത് സംസാരിക്കുന്ന
2.5 മണി നേരത്തും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. അപ്പോൾ ഈ ലെബനിലെ ഹിസ്ബുള്ളക്കാരൻ്റെ നേരെ മരണം ഇങ്ങനെ പെയ്തിറങ്ങുക. അതെ, കുറേ കാലം. പറയാം. അതായത് ഇപ്പോൾ ഈ പറയുന്ന നസറുള്ള പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് മാരകമായ അടിയാണ് കിട്ടിയിരിക്കുന്നത്, ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞു. അതിനുള്ളൊരു സമയം കിട്ടുന്നില്ല. പണ്ട് ഈ കൊടിയേറ്റത്തിൽ ഗോപി പറഞ്ഞു നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ. ഹിസ്ബുള്ള ഇപ്പോൾ ഈ 879 പേരുടെ മരണം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിൽ, നേരിട്ടുള്ള യുദ്ധത്തിൽ സംഭവിക്കാവുന്ന കാഷ്വാലിറ്റിയാണ്. ഇവന്മാർ അവിടെ നിന്ന് ഓരോ റോക്കറ്റ് വിട്ട് കളിക്കുന്ന പോലെയല്ല. ഇത്രയും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്രയും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്രമണം നടത്തി ഏതാണ്ട് ഹിസ്ബുള്ളയെ അസ്തപ്രജ്ഞരാക്കുന്ന, അസ്തമിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് നടന്നത്. പോരാത്തതിന് അവരുടെ മറ്റ് സൈനിക ശേഷി നശിപ്പിക്കാനുള്ള ആക്രമണവും നടക്കുന്നതായിട്ട് ഗാർഡിയനും IDFൻ്റെ വെബ്സൈറ്റും പറയുന്നു. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ബാക്കി വിവരങ്ങളുമായി നമ്മൾ വീണ്ടും ഈ വിഷയങ്ങളുമായി വരും മണിക്കൂറിൽ തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ 1-2 മണിക്കൂറിന്റെ ഇടവിലാണ് പിക്ചർ മാറിപ്പോവാം. നമ്മൾ ഇന്ന് രാവിലെ 3-4 വീഡിയോ ചെയ്യേണ്ടി വന്നു അല്ലേ. പുതിയ അപ്ഡേറ്റ്സ് വരുവാണ്. നമ്മൾ കൃത്യമായി ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. കൃത്യമായി പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ പ്രേക്ഷകരെ അറിയിക്കും. ഏതായാലും മരണസംഖ്യ 35-40 അല്ല, 879 പേരാണ്. 602 പേര് മരണാസന്നരായിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹൂറികൾക്ക് നിരാശയുണ്ടാക്കുന്ന ഒരു കണക്കുകൂടിയുണ്ട്. 1735 പേരുടെ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.